ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസുകളെ കുറിച്ചാണ്. ഓക്കെ, MSME എന്ന് പറയും, MSME അഥവാ മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്ന് പറയുന്നത് ചെറിയ സ്ഥാപനങ്ങളാണ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, ചെറിയ ചെറിയ ബിസിനസ്സുകൾ, അതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. മൈക്രോ, സ്മോൾ സ്കെയിൽ ബിസിനസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ. അതുപോലെ കോട്ടേജ് ഇൻഡസ്ട്രീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോട്ടേജ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ എന്താണ്? കുടിൽ വ്യവസായങ്ങൾ. അതുപോലെ മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുന്ന ഭാഗമാണ് മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസ്. അപ്പം നമുക്ക് നോക്കാം ഇതിലെന്താണെന്നുള്ളത്. ഓക്കെ, A common image of an entrepreneur is the founder of new business enterprise that achieve large scale success. സാധാരണ രീതിയിൽ എപ്പോഴും പൊതുവേ ഉള്ളൊരു ധാരണ, ഒരു എൻ്റർപ്രണറിനെ കുറിച്ചുള്ള ധാരണ എന്താണ്? അയാളൊരു പുതിയ ബിസിനസ് തുടങ്ങുകയും അത് വലിയ ലാർജ് സക്സസ് ആവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് വലിയ ബിസിനസ്സുകൾ, ഒരു കോമൺ ഇമേജ്, പൊതുവായിട്ടുള്ളൊരു ഇമേജ് എന്താണ് എൻ്റർപ്രണറിനെ കുറിച്ച്, സംരംഭകനെ കുറിച്ചുള്ളൊരു വലിയ ഇമേജ് എന്താണ്? അയാൾ വലിയ ബിസിനസ്സുകൾ തുടങ്ങുകയും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പുതിയൊരു ബിസിനസ് എൻ്റർപ്രൈസ് തുടങ്ങിയിട്ട് വലിയ സക്സസ്, ലാർജ് സ്കെയിൽ സക്സസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അല്ലേ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനിത റോഡിക്സ് ബോഡി ഷോപ്പ്, അതുപോലെ ബിൽ ഗേറ്റ്സിൻ്റെ മൈക്രോസോഫ്റ്റ്, സാം വാൾട്ടൺസ് വാൾമാർട്ടൊക്കെ കേട്ടില്ല നിങ്ങൾ? ഇതൊക്കെ എന്താണ്? എക്സാമ്പിളുകളാണ് ഇത്തരത്തിലുള്ള എൻ്റർപ്രണർഷിപ്പിൻ്റെ. അതായത് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ സക്സസ്, വലിയ വിജയം ഉണ്ടായിട്ടുള്ളവരാണ്. ഓക്കെ, ബിൽ ഗേറ്റ്സ് ആയാലും മാർക്ക് സക്കർബർഗ് ആയാലും ഒക്കെ എന്താണ്? വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ള എൻ്റർപ്രണേഴ്സാണ്. എന്നാൽ ഇവരെപ്പോലെ തന്നെ അല്ലേ ഒരുപാട് ആൾക്കാർ വേറെ ഉണ്ട് അല്ലേ? ഇവരെപ്പോലെ തന്നെയുള്ള ആൾക്കാർ നമ്മൾ ഇന്ത്യയിലുണ്ട്. ആരൊക്കെയാണ്? മുകേഷ് അംബാനി അല്ലേ, അസീം പ്രേംജി, വിപ്രോയുടെ അസീം പ്രേംജി, പിന്നെ മുകേഷ് അംബാനി റിലയൻസ് ഗ്രൂപ്പിൻ്റെ അല്ലേ? അപ്പോൾ ഇവരൊക്കെ എക്സാമ്പിളുകളാണ്. ഇവരൊക്കെ എന്താണ്? ബിസിനസ്സുകൾ തുടങ്ങി, പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി വലിയ ലാഭങ്ങൾ ഉണ്ടാക്കിയവരാണ്. ഓക്കെ, ബട്ട് എൻ്റർപ്രണേഴ്സ് ആർ ഓൾസോ ഓപ്പറേറ്റഡ് സ്മോളർ സ്കെയിൽ. പക്ഷെ പറയുന്ന അവിടെ എന്താണ്? അതുപോലെ തന്നെ സംരംഭകർ എന്ത് ചെയ്യുന്നുണ്ട്? വലിയ ബിസിനസ്സുകൾ ചെയ്യുന്ന പോലെ തന്നെ സംരംഭകർ, എൻ്റർപ്രണേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റർപ്രണേഴ്സ് സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്, ചെറുകിട ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട്. അതായത് എൻ്റർപ്രണേഴ്സ് ഡൂയിങ് ദെയർ ബിസിനസ് ഇൻ ലാർജ് സ്കെയിൽ ബട്ട് ഓൾസോ ഇൻ സ്മോൾ സ്കെയിൽ. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റർപ്രണേഴ്സ് വലിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ലാർജ് സ്കെയിൽ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളും ചെറുകിട വ്യവസായങ്ങളും ചെറുകിട വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആര്? എൻ്റർപ്രണേഴ്സ്. സ്മോൾ ബിസിനസ് പ്ലേയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഇൻഡസ്ട്രിയൽ എക്കണോമി ഓഫ് ദി വേൾഡ്. ലോകത്തെ മൊത്തം വ്യാവസായിക എക്കണോമിയിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന എന്തിനാണ്? സ്മോൾ ബിസിനസ്സുകൾക്കാണ്, ചെറിയ വ്യവസായങ്ങൾക്കാണ്, ചെറിയ ബിസിനസ്സുകൾക്കാണ്. ദീസ് ആർ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയെ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രികൾ, വികസ്വര രാജ്യങ്ങളിലാണെന്ത്? ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമേറെ അല്ലേ? പണ്ട് ഗാന്ധിജി പറഞ്ഞു അല്ലേ, ഇന്ത്യ എവിടെയാണുള്ളത്? ഇന്ത്യൻ ഗ്രാമങ്ങളിലാണ്. അതായത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസിനാണ് പ്രാധാന്യം പറഞ്ഞു അല്ലേ? അഗ്രികൾച്ചറൽ, കാർഷിക ഗ്രാമീണ വ്യവസായങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത് അല്ലേ? സ്വയം തൊഴിലിനൊക്കെ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്താണ്? ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് എക്കണോമിയിൽ സ്മോൾ ബിസിനസ്സുകൾക്ക്, ചെറിയ ബിസിനസ്സുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഓക്കെ, സ്മോൾ ബിസിനസ് ഈസ് പ്രിഡോമിനൻ്റ് ഈവൻ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അമേരിക്കയെ പോലെയുള്ള, ജപ്പാനെ പോലെയുള്ള, ചൈനയെ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ എന്തുണ്ട്? സ്മോൾ ബിസിനസ് അത്രയേറെ പ്രാധാന്യം അറിയിക്കുന്നതാണ് ചെറുകിട വ്യവസായങ്ങൾ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അതാണ്. പിന്നെ സ്മോൾ ബിസിനസ് ഫ്ലറിഷ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ആൻഷ്യൻ കൾച്ചേഴ്സ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായങ്ങളൊക്കെ പണ്ട് കാലത്തെയുള്ള പുരാതനമായ സംസ്കാരത്തിൽ നിന്ന് ഉടലെടുത്തതാണ്, അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അറേബ്യൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, ജൂതന്മാരുടെ സംസ്കാരം, അതുപോലെ ഗ്രീക്സ്, റോമൻസ്, ഇവരൊക്കെ എന്തായിരുന്നു? ഇത്തരത്തിലുള്ള സ്മോൾ സ്കെയിൽ ബിസിനസ്സുകളിൽ, ചെറുകിട വ്യവസായങ്ങളിൽ പ്രാഗൽഭ്യം നേടിയവരായിരുന്നു.
ദെൻ വി ആർ മൂവിങ് ടു ഇന്ത്യ. ഇന്ത്യയിൽ എങ്ങനെയാണ് സ്മോൾ സ്കെയിൽ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. എന്താണ് ദ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്? ചുരുക്കിയിട്ട് എങ്ങനെ പറയും? MSME എന്ന് പറയും. MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഡെവലപ്മെൻറ്റ് ആക്ട് 2006. 2006 ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളതാണ് ഏത്? MSME. ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ് ഏത്? ഈ ആക്ട്. ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ്, പരിപോഷിപ്പിക്കുന്നതിന്, ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്ഡ് MSME ആക്ട് ഇൻ 2006. 2006 എന്ത് ചെയ്തു? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ MSME ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് എന്ത് ചെയ്തു? പുറപ്പെടുവിച്ചു. അണ്ടർ ദി ആക്ട് സെൻട്രൽ ഗവൺമെൻറ് ഷാൾ സ്റ്റെപ്പ് ദ പർപ്പസ് ഓഫ് ആക്ട് എ ബോർഡ് നോൺ ആസ് നാഷണൽ ബോർഡ് ഓഫ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഈ ആക്ട് പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്തു? ഒരു ബോർഡിനെ നിയമിച്ചു. MSME അതായത് ചെറുകിട വ്യവസായങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബോർഡിനെ നിയമിച്ചു. ആ ബോർഡിനെ പറയുന്ന പേരാണെന്ത്? ദ നാഷണൽ ബോർഡ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ദേശീയ തലത്തിലെ ഒരു ബോർഡിനെ നിയമിച്ചു, നാഷണൽ ബോർഡ് ഫോർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്. അടുത്ത പറയാനുള്ളത് ആസ് പെർ ദി ആക്ട് 2006 മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് MSME ഡെവലപ്മെൻറ്റ് ആക്ട് പ്രകാരം എങ്ങനെയാണ് ചെറുകിട വ്യവസായങ്ങളെ തരംതിരിച്ചിട്ടുള്ളത്? ചെറുകിട വ്യവസായങ്ങളെ 3 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. മൈക്രോ എന്നും, മൈക്രോ എൻ്റർപ്രൈസ് എന്നും, സ്മോൾ എൻ്റർപ്രൈസ് എന്നും, മീഡിയം എൻ്റർപ്രൈസ് എന്നും. അപ്പോൾ ഇതിനെ തന്നെ 2ആയി കാറ്റഗറൈസ് ചെയ്തു. അതായത് മൊത്തം സ്ഥാപനങ്ങളെ 2ആയി കാറ്റഗറൈസ് ചെയ്തു. അതായത് ഇൻ കേസ് ഓഫ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസും ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസും. അതായത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ ഏതാണ്? ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസ്. സർവീസ് എൻ്റർപ്രൈസ് എന്ന് വെച്ചാൽ ഏതാണ്? സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 2ആയിട്ട് എന്ത് ചെയ്തു? MSMEയെ തരംതിരിച്ചു. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിൻ്റെ കേസിലാണ്. ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ MSME എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അല്ലേ? സ്ഥാപനങ്ങളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു മൈക്രോ എൻ്റർപ്രൈസ് മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണെങ്കിലാണ് പറയുന്നത് മൈക്രോ എൻ്റർപ്രൈസ് ഈസ് വൺ ഹൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 25 lakh. അതായത് പ്ലാന്റും അതുപോലെ മെഷീനറിയും അല്ലേ, പ്ലാന്റും മെഷീനറിയിലും 25 ലക്ഷത്തിൽ കൂടുതൽ നിക്ഷേപമില്ല എങ്കിൽ ആ സ്ഥാപനത്തെ എന്ത് വിളിക്കാം? മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കാം. 25 ലക്ഷത്തിൽ താഴെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള നിക്ഷേപമെങ്കിൽ അതിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് വിളിക്കാം. അപ്പോൾ ഒരു സ്മോൾ എൻ്റർപ്രൈസോ 25 ലക്ഷം മുതൽ 5 കോടി വരെ ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ നിക്ഷേപമെങ്കിൽ അതിനെ സ്മോൾ എൻ്റർപ്രൈസ് എന്ന് വിളിക്കാം. അതുപോലെ 5 കോടി മുതൽ 10 കോടി വരെയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിക്ഷേപമെങ്കിൽ അതിനെ മീഡിയം എൻ്റർപ്രൈസ് എന്നും വിളിക്കാം. ഇതൊക്കെ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിലാണ്. അടുത്ത് പറയുന്നതാണ് നോക്കുക. അടുത്തതാണ് ഇൻ കേസ് ഓഫ് സർവീസ് എൻ്റർപ്രൈസ്. സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ മൈക്രോ എൻ്റർപ്രൈസ് എങ്ങനെയെന്നുള്ളതാണ്. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ നിക്ഷേപം 10 കോടിയിൽ കൂടിയിട്ടില്ല, 10 ലക്ഷത്തിൽ കൂടിയിട്ടില്ല എങ്കിൽ അത് മൈക്രോ എൻ്റർപ്രൈസ് ആണ്. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ നിക്ഷേപം 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണെങ്കിൽ അത് സ്മോൾ എൻ്റർപ്രൈസ് ആണ്. അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലെ നിക്ഷേപം 2 കോടിക്കും 5 കോടിക്കും ഇടയിലാണെങ്കിൽ അത് മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസ് ആണ്. അപ്പോൾ ഇതാണ് MSMEയെ തരംതിരിച്ചിട്ടുള്ളത്. മാനുഫാക്ചറിങ് എൻ്റർപ്രൈസിൻ്റെ കേസിലും സർവീസ് എൻ്റർപ്രൈസ് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനത്തിൻ്റെ കേസിലും 3ആയി തരംതിരിച്ചു. സേവനങ്ങൾ നൽകുന്ന സ്ഥാപനത്തിൻ്റെ കേസിലാണെങ്കിൽ MSME എന്ത് ചെയ്തു? 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. അടുത്തതാണ് ആൻസിലിയറി യൂണിറ്റ്, ഉപസ്ഥാപനം എന്നൊക്കെ അറിയപ്പെടും. ദീസ് യൂണിറ്റ് പ്രൊവൈഡ് ഇൻപുട്സ് ടു അതർ ഇൻഡസ്ട്രീസ്. ഈ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റ് വ്യവസായങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? വേണ്ട ഇൻപുട്ടുകൾ നൽകുന്നു, അതായത് വിഭവങ്ങൾ നൽകുന്നു. ദീസ് ആർ എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ് പാർട്സ്, കോമ്പണൻസ്, ലൈറ്റ് എഞ്ചിനീയറിംഗ് പ്രൊഡക്റ്റ് ലൈക്ക് സൈക്കിൾ, സൂയിങ് മെഷീൻ, ഡീസൽ എൻജിൻസ്, മെഷീൻ ടൂൾസ്,
മാത്തമാറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓഫീസ് ആൻഡ് ഔട്ട്സോൾഡ് എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക് അപ്ലയൻസസ്, എയർ കണ്ടീഷനേഴ്സ് എക്സെട്ര. ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻസിലിയറി യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സ്ഥാപനങ്ങൾ മറ്റൊരു വ്യവസായത്തിന് വേണ്ടിയിട്ട് വേണ്ട ഇൻപുട്ടുകൾ, വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൺലപ്പ് എന്ന് പറയുന്ന കമ്പനി ഒരു ടയർ ഉൽപ്പാദന കമ്പനിയാണ്. അവരെന്ത് ചെയ്യുന്നു? ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനി എന്താ ചെയ്യുന്നത്? ബൈക്ക് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ടയർ എന്ത് ചെയ്യുന്നു? ഡൺലപ്പ് എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെ ആൻസിലിയറി യൂണിറ്റ് ആണ് ഇത് ഡൺലപ്പ് എന്ന് പറയുന്ന കമ്പനി. കാരണം ഇവർ കൊടുക്കുന്ന ഡൺലപ്പ് എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്ന കമ്പനിയുടെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അവിടുത്തെ ഒരു പാർട്ട് മാത്രമാണ്. ഓക്കെ, അവിടെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ? അല്ല, അവിടുത്തെ റോ മെറ്റീരിയലാണ്. ഓക്കെ അല്ലേ? ഹീറോക്ക് അത് റോ മെറ്റീരിയലാണ്, പക്ഷേ ഡൺലപ്പിന് അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. അടുത്ത എക്സ്പോർട്ട് ഓറിയൻറ്റഡ് പ്രോഡക്റ്റാണ്. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആണ് കയറ്റുമതി അധിഷ്ഠിതമായിട്ടുള്ളത്. സ്ഥാപനം തുടങ്ങി 3 കൊല്ലത്തിനുള്ളിൽ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 30% കൂടുതലെങ്കിലും ഏറ്റവും കുറഞ്ഞ എന്ത് ചെയ്യണം? അവർ കയറ്റുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്. അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് MSME. MSMEയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദേ ആർ ജനറലി ഓർഗനൈസ്ഡ് ആൻഡ് റൺ ബൈ ഇൻഡിവിജ്വൽ എൻ്റർപ്രണർ. നമുക്കറിയാലോ, ഈ MSMEകൾ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസ് ചെറുകിട സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എൻ്റർപ്രണേഴ്സാണ്, ഒരു വ്യക്തി മാത്രമാണ്. മാത്രമല്ല ദേ ആർ ഹൈലി ലോക്കലൈസ്ഡ് ഇൻഡസ്ട്രി. അവർ ലോക്കലൈസ്ഡ് പ്രാദേശിക സ്ഥാപനങ്ങളാണത്. അപ്പോൾ ആ പ്രദേശത്തുള്ള റിസോഴ്സുകളാണ്, വിഭവങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത്. അതുപോലെ വളരെ കുറഞ്ഞ ക്യാപിറ്റൽ, മൂലധനം മാത്രമേ പൈസ അവരുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ദേ ആർ നോട്ട് ക്യാപിറ്റൽ ഇൻറ്റൻസീവ്. പണം ഉപയോഗിച്ചായിട്ടല്ല, ക്യാപിറ്റൽ അല്ല അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അവർ ലേബർ ഇൻറ്റൻസീവാണ്, അതായത് തൊഴിലാളികളുടെ തൊഴിലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മാത്രമല്ല ദേ ഇൻവോൾവ് യൂസ് ഓഫ് സിമ്പിൾ ടെക്നോളജി. വളരെ സിമ്പിളായിട്ടുള്ള ടെക്നോളജികളാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചെറിയ ടെക്നോളജികളാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ്റിൽ നിന്ന് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ ലീഗൽ ഫോർമാലിറ്റീസൊക്കെ കുറവാണ് സ്ഥാപനം തുടങ്ങുവാൻ. അതുപോലെ ഫ്രീ ഫ്രം റെഡ് ടേപ്പിസം, ചുവപ്പ് നാടയിൽ നിന്നും അധികാരവർഗത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതാണ് ഈ സ്ഥാപനം അല്ലേ? അതാണ് MSMEയുടെ പ്രത്യേകത. പിന്നെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇൻക്രീസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഗ്രാമീണ കാർഷിക മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ടു പ്രൊമോട്ട് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് വെറൈറ്റി ഓഫ് ഗുഡ്സ്. വ്യത്യസ്തമായ ഉൽപ്പന്നങ്ങൾ ലേബർ ഇൻറ്റൻസീവായി ഉൽപ്പാദിപ്പിക്കുന്നതിന്. ടു എൻകറേജ് ദ അഡോപ്ഷൻ ഓഫ് മോഡേൺ ടെക്നിക്ക്, പുതിയ ടെക്നിക്കുകളൊക്കെ അഡോപ്റ്റ് ചെയ്യുന്നതിന്. അതുപോലെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്, പ്രാദേശികമായി ലഭ്യമായിട്ടുള്ള റിസോഴ്സുകളെ പരമാവധി ഉപയോഗിക്കുന്നതിന്. അതുപോലെ എൻഷുർ മോർ എക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളായിട്ട് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. അതുപോലെ അഡ്വാൻറ്റേജസ് ആണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നു, ലെസ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്, ക്ലോസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോളാണ്. അതുപോലെ തൊഴിലാളികളുമായിട്ടൊരു ആത്മബന്ധമുണ്ടാവും, ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ടാവും കസ്റ്റമേഴ്സുമായിട്ട്. അതുപോലെ പ്രൈസ് കുറക്കാൻ സഹായിക്കും. അതുപോലെ ബാലൻസ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, പ്രാദേശികമായ സന്തുലിത വികസനം ഉറപ്പുവരുത്താൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് പ്രധാനമായിട്ട് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, പ്രൈസ് കൂടുതലായിരിക്കും, മെഷീനറീസ് ഒന്നും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് പറയുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ എന്തുണ്ട്? MSMEക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ MSMEകളാണ് ഇന്ത്യൻ എക്കണോമിയിലേക്ക് കൂടുതലും സംഭാവന ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് MSMEയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.